പ്രകൃതിയുടെ ജീവവായുവാണ് കണ്ടലുകൾ. കേരളത്തിൽ 700 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന കണ്ടലുകൾ ചുരുങ്ങിപ്പോൾ 17 ചതുരശ്ര കിലോമീറ്ററുകളായി മാറിയിരിക്കുന്നു. അത്ര കണ്ട് നഗരവൽക്കരണമാണ് പോയ കാലങ്ങളിൽ ഇവിടെ നടന്നത്. കേരളത്തിലെ കണ്ടൽക്കാടുകളിൽ 80%-ലേറെയും കണ്ണൂരിലാണ്. വളപട്ടണ പുഴയുടെ ഓരങ്ങളിലായി നാറാത്തും പാപ്പിനിശ്ശേരിയിലുമായി 300 ഏക്കറിലധികം കണ്ടൽക്കാടുകളാണ് നമ്മുടെ അഴീക്കോടുള്ളത്. ഇന്ത്യയിൽ കാണുന്ന 59 കണ്ടലിനങ്ങളിൽ 14 എണ്ണം ഇവിടെ കാണാൻ കഴിയും. ഇവിടെ തന്നെ കുറ്റിക്കണ്ടനും പ്രാന്തനും ഉപ്പട്ടിയും ചെറിയ ഉപ്പട്ടിയും കണ്ണാമ്പൊട്ടിയും പുറമെ ചുമന്ന പൂവിരിയുന്ന നക്ഷത്രക്കണ്ടലും കാണാം. കണ്ടലുകൾക്ക് പുറമെ നാശോന്മുഖമായ അപൂർവ ജലസസ്യങ്ങൾ, ജീവികൾ, ദേശാടന പക്ഷികൾ എന്നിവയും ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ നാടിന് സംരക്ഷണ ഭിത്തിയായി വർത്തിക്കുന്ന അപൂർവ ജൈവ സമ്പത്ത് നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും കയ്യേറി മണ്ണിട്ട് നികത്തിയും നശിപ്പിക്കപ്പെടേണ്ടവയല്ല ഇവ. കണ്ടലുകളെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഗവേഷണം നടത്താനും ഇപ്പോഴേ കുറെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവർക്ക് പ്രോത്സാഹനം നൽകണം. ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കി ഒരു ജൈവ വൈവിധ്യ പഠന കേന്ദ്രമാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. പ്രകൃതിയെ അറിയാനുള്ള ഒരിടമാണ് ഇവിടെ ഒരുക്കേണ്ടത്. അതിനൊപ്പം ഗവേഷണത്തിനുള്ള സൗകര്യങ്ങളും. ജെയിംസ് മാത്യു MLA നടപ്പാക്കിയ സംരക്ഷണ പദ്ധതികളുടെ സാധ്യതകളും നമുക്കിവിടെ തേടാം. പ്രകൃതിയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് സംരക്ഷിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ ഭാവി തലമുറയെ തന്നെയാണ് നാം സംരക്ഷിക്കുന്നത്.